الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാർ, ഈ ലോകം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നാളെ പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവും അവൻ്റെ പ്രവാചകനും മുഅ്മിനുകളുടെ വിശേഷണങ്ങൾ ധാരാളം വിശദീകരിച്ചു തന്നിട്ടുണ്ട്. സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ തുടക്കത്തിൽ വിജയം വരിക്കുന്ന മുഅ്മിനുകളെ കുറിച്ച് പറയുന്നു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയം പ്രാപിച്ചിരിക്കുന്നു. അല്ലദീന ഹും ഫി സ്വലാത്തിഹിം ഖാശിഊൻ, തങ്ങളുടെ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരായ സത്യവിശ്വാസികൾ. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യമായ കാര്യത്തിൽ നിന്നും തിരിഞ്ഞു കളയുന്നവരായ സത്യവിശ്വാസികൾ. വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ, അക്കൂട്ടർ സകാത്ത് നൽകുന്നവരായിരിക്കും. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, മുഖ്യാവയവത്തെ, രഹസ്യാവയവത്തെ സൂക്ഷിക്കുന്നവരായിരിക്കും അവർ. ഇങ്ങനെ വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ, അവർ അമാനത്തുകൾ സൂക്ഷിക്കുന്നവരായിരിക്കും. ഇതൊക്കെ വിജയികളായ മുഅ്മിനുകളുടെ ഗുണങ്ങളാണ്. 5 ഗുണങ്ങളെ പ്രത്യേകമായി എടുത്തു പറഞ്ഞു. നമസ്കാരത്തിൽ ഭക്തിയുള്ളവർ, പാപങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നവർ, സകാത്ത് നൽകുന്നവർ, ലൈംഗികാവയവങ്ങളെ സൂക്ഷിക്കുന്നവർ, അമാനത്തുകൾ സൂക്ഷിക്കുന്നവർ. വിശ്വാസികളായ നാം ഈ ഗുണങ്ങളുടെ ഉടമസ്ഥരായാൽ നമുക്കും പൂർണ്ണാർത്ഥത്തിലുള്ള വിശ്വാസി ആവാൻ സാധിക്കും. നമ്മുടെ ഈ ഏരിയകളിലൊക്കെ നമ്മൾ ക്ലിയറാണോ എന്ന് ഞാനും നിങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, നമസ്കാരത്തിൽ ഭക്തി ഉണ്ടാവുക എന്നുള്ളതാണ്. നമസ്കാരത്തിലെ ഭയഭക്തിയെക്കുറിച്ചും നമസ്കാരത്തിൻ്റെ രൂപത്തെക്കുറിച്ചും നിരന്തരം ചർച്ച ചെയ്യുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും നമസ്കാരത്തിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വരികയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യണം. കാരണം ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ് നമസ്കാരം. അല്ലാഹു തആലയോടുള്ള നേരിട്ട സംഭാഷണമാണ് നമസ്കാരം.
പരലോകത്ത് ആദ്യം വിചാരണ ചെയ്യുന്ന കർമ്മങ്ങളിൽപ്പെട്ട കർമ്മമാണ് നമസ്കാരം. ആ നമസ്കാരം കർമ്മരംഗത്ത് നമസ്കാരം വിചാരണ ചെയ്യപ്പെടുമ്പോൾ ആര് അതിൽ പരാജയപ്പെട്ടോ അവൻ പരാജയമടഞ്ഞതു തന്നെ. ആര് നമസ്കാരത്തിൻ്റെ കാര്യത്തിലുള്ള ചോദ്യത്തിൽ വിജയിച്ചോ അവൻ വിജയിച്ചതു തന്നെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മമാണ് നമസ്കാരം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മമാണ് നമസ്കാരം. ഈ നമസ്കാരത്തിൽ ഭയഭക്തി അനിവാര്യമാണ്. ഭക്തിയോടെ നമസ്കരിക്കുകയാണെന്നവനാണ് വിജയം ലഭിക്കുക. എന്തുകൊണ്ട് ജീവിതത്തിൽ വേണ്ടത്ര വിജയം ലഭിക്കുന്നില്ല, ഈമാനികമായി നിലനിൽക്കാൻ സാധിക്കുന്നില്ല? എന്താണ് ഞാൻ ഇങ്ങനെ എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരത്തെ മാറ്റിയെടുക്കാൻ ഏറ്റവും നല്ലത് നമസ്കാരത്തിൽ ഭക്തി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാഹ് പറയുന്നു, ഹൃദയം പൂർണ്ണമായ കീഴ്വണക്കത്തോടുകൂടി താഴ്മയോടുകൂടി റബ്ബിൻ്റെ മുമ്പാലെ നിലയുറപ്പിക്കലാണ് ഖുശൂ. ഖുശൂ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നമസ്കാരത്തിൻ്റെ സ്ഥലത്തിലേക്കും നമസ്കാരത്തിൻ്റെ പ്രാർത്ഥനയിലേക്കും നമസ്കാരത്തിൻ്റെ മാനസികാവസ്ഥയിലേക്കും അള്ളാഹുവിന് പൂർണ്ണമായി കീഴൊതുങ്ങിയാണ് ഞാൻ നിൽക്കുന്നത്, ഹൃദയം പൂർണ്ണമായി നമസ്കാരത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പിക്കലാണ് യഥാർത്ഥത്തിൽ ഖുശൂ എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിൻ്റെ മഹത്വവും താൻ അള്ളാഹുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന ബോധവും അവൻ തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന ബോധവും നമസ്കാരത്തിലേക്ക് കൊണ്ടുവരലാണ് ഹൃദയത്തിലെ ഖുശൂ. അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുക. ആ മഹാനായ അള്ളാഹുവിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നതെന്ന ബോധമുണ്ടായിരിക്കുക. അവൻ എന്നെ കാണുന്നുണ്ട് എന്ന കൃത്യമായ ബോധവും സന്തോഷവും ആ അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കുകയാണെന്ന വിചാരവും നമസ്കാരത്തിലേക്ക് കൊണ്ടുവരണം. നമസ്കാരത്തിൻ്റെ ചൈതന്യമാണ് ഖുശൂ അഥവാ ഭയഭക്തി. ഖുശൂ ഇല്ലാത്ത നമസ്കാരം ജീവനില്ലാത്ത ശരീരത്തെ പോലെയാണ്. ഖുശൂ ഇല്ലാത്ത നമസ്കാരം ജീവനില്ലാത്ത ശരീരത്തെ പോലെയാണ്. നമസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരും, എന്താണ് ഞാൻ ഇങ്ങനെ നമസ്കരിച്ചാൽ മതിയോ, എൻ്റെ നമസ്കാരത്തിൽ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഖുശൂ വർദ്ധിപ്പിക്കുകയേ അതിന് നിവൃത്തിയുള്ളൂ. പറയുന്നു, ജനങ്ങളിൽ നിന്നും ആദ്യമായി ഉയർത്തപ്പെടുന്ന അറിവ് ഖുശൂ ആയിരിക്കും. ജനങ്ങളിൽ നിന്ന് ഖിയാമത്ത് നാളിൽ അറിവ് ഉയർത്തപ്പെടുമല്ലോ. അറിവ് ഉയർത്തപ്പെടുമെന്നതിൽ ഏറ്റവും ആദ്യം ഉയർത്തപ്പെടുന്ന അറിവ് ഖുശൂ ആയിരിക്കും. നീ ജമാഅത്ത് നടക്കുന്ന ഒരു മസ്ജിദിൽ കയറുകയും അതിൽ ഖുശൂ ആയി നമസ്കരിക്കുന്ന ഒരാളെ പോലും നിനക്ക് കണ്ടെത്താൻ സാധിക്കാതെ വരികയും ചെയ്യും. അങ്ങനെ ഒരു കാലം വരാനുണ്ട്. ഓരോ പള്ളിയിലും കയറുമ്പോൾ ഖുശൂ ഉള്ളവരെ തിരഞ്ഞാൽ കാണാത്ത അവസ്ഥ ഖിയാമത്തിന്റെ അലാമത്തായി വരുമെന്ന് ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരത്തിൽ എന്തുണ്ട്? കള്ളത്തരമുണ്ട്. നമസ്കാരത്തിൽ വലിയ കളവ് നടക്കും. അസൂഉന്നാസു സുർഖത്തുല്ലദി യസ്റുഖു സ്വലാത്തഹു ഖാലു യാ റസൂലുള്ളാഹ് വകൈഫ യുസ്രിഖുഹാ ഖാല ലാ യതിമ്മു റുകുഅഹാ വലാ സുജൂദഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, നമസ്കാരത്തിൽ എങ്ങനെയാണ് കളവ് ചെയ്യുക? നമസ്കാരത്തിൽ നിന്നും എന്തെങ്കിലും കട്ടെടുക്കാൻ നമുക്ക് സാധിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യതിമ്മു റുകുഅഹാ, റുകൂ പൂർത്തിയാക്കുകയില്ല. ഇങ്ങനെ പോകുന്നു, പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചില്ലേ എന്ന് ഉറപ്പില്ല, തിരിച്ചു വരുന്നു. അല്ലെങ്കിൽ പോകുമ്പോഴേക്ക് പ്രാർത്ഥിച്ചു, തിരിച്ചു വരുമ്പോഴും പ്രാർത്ഥിച്ചു. നിന്ന് ഒരു തുമഅനീനത്തോടുകൂടി പ്രാർത്ഥിക്കുന്നില്ല. സുജൂദിലും അങ്ങനെ തന്നെ. അങ്ങനെ നമസ്കാരത്തിന് റുക്കൂഇന്റെ സമയം കട്ടെടുക്കുന്നു, സുജൂദിന്റെ സമയം കട്ടെടുക്കുന്നു, ഇഅ്തിലാലിന്റെ സമയം കട്ടെടുക്കുന്നു, ഇടയിലിരുത്തത്തിന്റെ സമയം കട്ടെടുക്കുന്നു, അത്തഹിയാത്തിന്റെ സമയം കട്ടെടുക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ കളവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇന്ന റജുല ലിയുസല്ലി 60 സന വമാ തുഖ്ബിലു ലഹു സലാത്തുഹു വലഅല്ലഹു യുതിമ്മു റുകൂഅ വലാ യുതിമ്മു സുജൂദ വയുതിമ്മു സുജൂദ വലാ യുതിമ്മു റുകൂഅ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഒരാൾ 60 വർഷം നമസ്കരിക്കുന്നു, ഒരാൾ 60 വർഷം നമസ്കരിക്കുന്നു, എന്നിട്ടും അയാളുടെ നമസ്കാരത്തിൽ നിന്ന് ഒന്നും സ്വീകരിക്കപ്പെടുന്നില്ല. 60 വർഷം നമസ്കരിച്ചാൽ, 60 × 365 ദിവസം നമസ്കരിച്ചാൽ, 60 × 365 × 5 വക്ത് നമസ്കരിച്ചാൽ അയാളുടെ ഒരു നമസ്കാരവും സ്വീകരിക്കപ്പെടാതെ പോകുന്നു. കാരണം എന്താ? അയാൾ റുക്കൂ പൂർത്തിയായി ചെയ്യുമ്പോൾ സുജൂദ് പൂർത്തിയാക്കുന്നില്ല, അയാൾ സുജൂദ് പൂർത്തിയാക്കുമ്പോൾ റുക്കൂ പൂർത്തിയാക്കുന്നില്ല. എന്താ, എത്ര വലിയ അപകടമാണത്! ഓരോന്നും തമഅനീനത്തോടുകൂടി, അടക്കത്തോടുകൂടി, ഒതുക്കത്തോടുകൂടി, അതിൽ അല്ലാഹുവിനോട് സംസാരിക്കുകയാണ് എന്ന ബോധത്തോടുകൂടി നമസ്കാരത്തെ കാണാൻ ശ്രദ്ധിക്കുമ്പോൾ അപ്പോഴാണ് നമസ്കാരം സ്വീകാര്യമാവുക. നമ്മൾ 60 കൊല്ലം നമസ്കരിച്ചിട്ട് നമ്മുടെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടില്ലെങ്കിലും അല്ലാഹുവിന്റെ ഇസ്സത്തിനൊരു പോറലും ഏൽക്കുകയില്ല. അല്ലാഹു തആല നല്ലതേ സ്വീകരിക്കുകയുള്ളൂ. നമ്മൾ നമസ്കാരം നന്നാക്കുകയല്ലാതെ നമുക്ക് രക്ഷയില്ല. തെറ്റായ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് നിസ്കരിച്ച ഒരാൾ 1ാമത് നമസ്കരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മടങ്ങിപ്പോയി നിസ്കരിക്കുമെന്ന് പറഞ്ഞു. 2ാമതും നിസ്കരിച്ചു, 3ാമതും നിസ്കരിച്ചു, ശരിയായിട്ടില്ലെന്ന് പറഞ്ഞു. 3ാമത്തെ പ്രാവശ്യം ഈ സഹാബി ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ നമസ്കരിക്കേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുജൂദിലടക്കം വേണം, റുക്കൂയിലടക്കം വേണം, ഇഅ്തിദാലിലടക്കം വേണം, ഇടയിലിരുത്തത്തിലടക്കം വേണം, ഖിയാമിലടക്കം വേണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമസ്കാരത്തിലെ ഭക്തിക്കനുസരിച്ചാണ് പ്രതിഫലം ലഭിക്കുക. ഒരു സഫിൽ നിൽക്കുന്ന എല്ലാവർക്കും ഒരേ പ്രതിഫലമല്ല. ഒരാൾക്ക് 10 പ്രതിഫലം, ഒരാൾക്ക് 100 പ്രതിഫലം, ഒരാൾക്ക് 700 പ്രതിഫലം. ഇങ്ങനെ വ്യത്യസ്ത പ്രതിഫലങ്ങളാണ് ഒരു സഫിൽ നിന്ന് നമസ്കരിക്കുന്ന ആളുകൾക്കുണ്ടായിരിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. വിജയിക്കുന്ന വിശ്വാസികളുടെ ഗുണമാണ് ഭക്തിയോടുകൂടി നമസ്കരിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമസ്കാരം കൺകുളിർമയും ആശ്വാസവുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജുഇലത് ഖുറത്തു ഐനി ഫിസ്സലാം, എനിക്ക് നമസ്കാരത്തിൽ അങ്ങേയറ്റം കൺകുളിർമയുണ്ട്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അരിഹ്നാ ബിസ്സലാ, യാ ബിലാൽ അരിഹ്നാ ബിസ്സലാം, ബിലാലെ നമസ്കാരം കൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസം നൽകണം, അഥവാ ബാങ്ക് കൊടുക്കണമെന്നാണ് വിവക്ഷ. ബാങ്ക് കൊടുത്താൽ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അങ്ങേയറ്റത്തെ ആശ്വാസം കിട്ടണം നമുക്ക്. അങ്ങനെ കിട്ടുന്ന ആളുകളായിട്ട് മാറുമ്പോൾ നമ്മുടെ നമസ്കാരത്തിന് ക്വാളിറ്റി ഉണ്ട് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. 2ാമത്തെ കാര്യം, വിശ്വാസി പാപങ്ങളിൽ നിന്നും അകന്നു നിൽക്കണം. വിജയം വരിക്കുന്ന വിശ്വാസിയുടെ പ്രത്യേകത എന്താ? ലഹുവുകളിൽ നിന്നും, ലഹുവ എന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം. അനാവശ്യ കാര്യത്തിൽ നിന്നും തിരിഞ്ഞു കളയുന്നവരായിരിക്കും അവർ. അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അത് നമസ്കാരത്തിൻ്റെ ഭക്തിയെ ബാധിക്കും. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിൻ്റെ കാര്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നതിലേക്കെത്തും. വാക്കോ പ്രവൃത്തിയോ സംഭവമോ ഏതാകട്ടെ, ഏതാണെങ്കിലും പ്രയോജനകരമല്ലാത്ത കാര്യത്തിൽ ഇടപെടാതിരിക്കുക. പ്രയോജനകരമല്ലാത്ത കാര്യത്തിൽ ഇടപെടാതിരിക്കുക. വല്ലദീനഹും അനില്ലാഹി മുഗ്രിദൂൻ, അനാവശ്യ കാര്യത്തിൽ നിന്നും തിരിഞ്ഞു കളയുന്നവരാണ്. അനിൽ ബാത്തിൽ, ബാത്തിലായ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കും. ശിർക്കിൽ നിന്ന് വിട്ടുനിൽക്കും. വൽ മആസി, തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കും. അങ്ങനെ അതിൽ നിന്ന് പ്രവർത്തികളിൽ നിന്നും വാക്കുകളിൽ നിന്നും ഒരിക്കലും ഒരു ഉപകാരവുമില്ലാത്ത ഒരു കാര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുക. നമീമത്ത് കൊണ്ട്, ഏഷ്യനി കൊണ്ട്, പരദൂഷണം കൊണ്ട്, ധാരാളം മൊബൈലിലെ വാർത്തകൾ കേട്ടതുകൊണ്ട്, അല്ലെങ്കിൽ റീൽസ് കണ്ടതുകൊണ്ട്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരാവശ്യവുമില്ലാതെ ഓവുപാലത്തിൽ അങ്ങാടിയിൽ പോയി ഇരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഇടപെടുമ്പോൾ ഇതെനിക്ക് ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുമോ? ഇതെനിക്ക് ദുനിയാവിൽ എന്തുപകാരമാണ് തരിക? ദുനിയാവിൻ്റെ കാര്യത്തിലോ ആഖിറത്തിൻ്റെ കാര്യത്തിലോ വലിയ വളർച്ച വരുന്ന ഏത് കാര്യവും ഫായിദ, ഉപകാരമുള്ള കാര്യമാണ്. എന്നാൽ ആഖിറത്തിലേക്ക് 5 പൈസക്ക് ഗുണമില്ലാത്ത കാര്യം ജീവിതത്തിൽ കൊണ്ടുവരുന്നത് ലഗ്വ് ജീവിതത്തിൽ കൊണ്ടുവരുന്നു എന്നതുകൊണ്ടാണ്. മുഅ്മിനായ ആൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിടത്ത് വല്ലദീനഹും അനില്ലാഹി മുഗ്രിദൂൻ,
എന്ന് പറഞ്ഞ ഗുണത്തിലേക്ക് നമ്മൾ എത്തപ്പെടണമെങ്കിൽ പ്രയോജനകരമല്ലാത്ത മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ നിന്നും പറിച്ചെറിയേണ്ടതുണ്ട്. ഇബാദുർ റഹ്മാൻ ഗുണമായി പറഞ്ഞത് വൈദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമാ. അനാവശ്യമായ സ്ഥലത്ത് നടന്നു പോകുമ്പോൾ, അതിൻ്റെ അടുത്ത് നടന്നു പോകുമ്പോൾ മാന്യമായി നടന്നു പോകും. ഒരു പ്രശ്നമുണ്ടാകുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരു പരദൂഷണം പറയുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഇസ്ലാമിനെ തേജോവധം ചെയ്യുന്ന സ്ഥലത്ത്, അങ്ങനെയുള്ള സ്ഥലത്തിലൊക്കെ പോകുമ്പോൾ വളരെ മാന്യമായി അപ്പുറത്തുകൂടി തിരിഞ്ഞു പോകാൻ നമുക്ക് സാധിക്കണം. അതാണ് ഇബാദുർ റഹ്മാൻ ഗുണമായി പറഞ്ഞത്. മോശമായ കാര്യങ്ങളിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ ചോദിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മുൻകറാത്തിൽ അഖ്ലാഖ് വൽ അഅമാലി വൽ അദ്വാർ. വെറുക്കപ്പെട്ട സംഭവങ്ങളിൽ നിന്നും സ്വഭാവങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ചോദിക്കേണ്ടവനാണ് ഒരു സത്യവിശ്വാസി. പാപമെന്തെന്നും പുണ്യമെന്തെന്നും തിരിച്ചറിഞ്ഞ് പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും പുണ്യത്തെ നെഞ്ചിലേറ്റാനും നമുക്ക് സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അനിൽ ബിർർ പുണ്യത്തെക്കുറിച്ച് ചോദിച്ചു, വലിയ പാപത്തെക്കുറിച്ച് ചോദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത് എന്താ? അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ് പുണ്യം. സൽസ്വഭാവിയായ പുഞ്ചിരിച്ചാൽ പുണ്യമാണ്. ഒരാൾക്ക് ആശ്വാസം നൽകിയാൽ പുണ്യമാണ്. ഒരാളുടെ കൂടെ ഒരു കാര്യത്തിന് പോയാൽ പുണ്യമാണ്. രോഗിയെ സന്ദർശിച്ചാൽ, ജനാസ സന്ദർശിച്ചാൽ, മയ്യത്ത് നമസ്കരിച്ചാൽ, എന്താണോ നമ്മൾ സൽസ്വഭാവമായി ചെയ്യുന്നത് അതൊക്കെ പുണ്യത്തിൻ്റെ ഗണത്തിൽപ്പെടും. വൽ ഇസ്മു മാ ഹാക ഫീ സദ്രിക്, മനസ്സിന് കുത്തുണ്ടാക്കുന്നത്, മനസ്സാക്ഷി കുത്തുണ്ടാക്കുന്നത്, മനസ്സിന് ചൊറിച്ചിലുണ്ടാക്കുന്നത്, അതാണ് പാപം. ജനങ്ങൾ അറിയുന്നത് വളരെ വിഷമമായി മാറുന്ന കർമ്മങ്ങളൊക്കെ പാപങ്ങളാണ്. പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. പാപങ്ങളെ നിസ്സാരമായി കാണരുത്. ചെറിയ പാപമായിരിക്കാം വലിയ നരകക്കുണ്ടിലേക്ക് നമ്മളെ എത്തിക്കുക. ഓരോ പാപവും ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യുഗ്നീഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തന്നെ ബാധിക്കാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നത് ഒരു വ്യക്തിയുടെ ഇസ്ലാമിക നന്മയിൽപ്പെട്ടതാണ്. തന്നെ ബാധിക്കാത്ത ഒരു കാര്യം, തനിക്ക് ബാധകമല്ലാത്ത ഒരു കാര്യം ഉപേക്ഷിക്കുക എന്നത് ഒരു വ്യക്തിയുടെ ഇസ്ലാമിക നന്മയിൽപ്പെട്ടതാകുന്നു. ഒരു കാര്യത്തിൽ ഇടപെടാൻ അവസരം ലഭിച്ചു, ഇടപെടണോ വേണ്ടേ എന്ന് ചിന്തിച്ചു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അതെന്നെ ബാധിക്കുന്നുണ്ടോ? എൻ്റെ പരലോക വിജയത്തെ ബാധിക്കുന്നുണ്ടോ? എൻ്റെ ഇഹലോക വിജയത്തെ ബാധിക്കുന്നുണ്ടോ? ഞാനിതിനെ ഇടപെട്ടിട്ടില്ലെങ്കിൽ ഇഹലോകത്തും പരലോകത്തും എനിക്ക് പരാജയം സംഭവിക്കുമോ? ഇടപെടണം. വിജയം വന്നു ചേരുമോ? ഇടപെടണം. ഇത് രണ്ടുമില്ലാതെ തന്നെ ബാധിക്കാത്ത ഒരു കാര്യം വന്നു ചേർന്നാൽ അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കണം. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, സകാത്ത് നൽകുന്നവരായിരിക്കും സത്യവിശ്വാസികൾ. ഇസ്ലാം കാര്യങ്ങളിലെ മൂന്നാമത്തെ കർമ്മമാണ് സകാത്ത്. വളരെ എളുപ്പമുള്ള കാര്യമാണ് സകാത്ത്. എത്ര സിമ്പിളായ കാര്യമാണ് സകാത്ത്. ഒരാൾക്ക് 1,00,000 രൂപ കയ്യിലുണ്ടെങ്കിൽ അയാൾ കൊടുക്കേണ്ടത് 2,500 മാത്രം. 10,000 രൂപയുണ്ടെങ്കിൽ 250 രൂപയാണ് അയാൾ കൊടുക്കേണ്ടത്. 1000 രൂപയുണ്ടെങ്കിൽ 25 രൂപയാണ് അയാൾ കൊടുക്കേണ്ടത്. എത്ര സിമ്പിളാണ് സകാത്ത്. കയ്യിൽ 40 ലക്ഷമുണ്ടെങ്കിൽ അയാൾ കൊടുക്കേണ്ടത് വളരെ ചുരുങ്ങിയ 25,000 രൂപയാണ്. അല്ലെങ്കിൽ 10 ലക്ഷമുണ്ടെങ്കിൽ 25,000 രൂപയാണ് അയാൾ കൊടുക്കേണ്ടത്. ഇങ്ങനെ എളുപ്പത്തിൽ കൊടുത്തു തീർക്കാവുന്ന സകാത്തിനെ വളരെ വലിയ ആലോചനയിലൂടെ കൊടുക്കാതിരിക്കാൻ എന്തു ചെയ്യണമെന്ന് ആലോചിക്കുന്നവനും കൊടുക്കണമെന്ന് ചിന്തിക്കുന്നവനും തമ്മിൽ വ്യത്യാസമെന്താ? ഒരാൾക്ക് ഈമാനുണ്ട്, മറ്റേയാൾക്ക് ഈമാൻ കുറവുണ്ട് എന്ന് ചിന്തിക്കണം. ലാ യുമിനു അഹദുകും ഹത്താ യുഹിബ്ബു ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സ്വന്തത്തിന് ഇഷ്ടപ്പെട്ടതൊക്കെ തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല. അസൂയയിൽ നിന്ന് മാറി നിൽക്കാൻ, മറ്റുള്ളവരോടുള്ള ഹസദിൽ നിന്ന് മാറി നിൽക്കാൻ സക്കാത്ത് കൊടുത്താൽ മതി. അഹങ്കാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ, സ്വത്ത് ഹലാലാകാൻ
ജീവിതത്തിൽ ബർക്കത്തുണ്ടാകാൻ ഹറാമായ സ്വത്ത് ജീവിതത്തിലെ സാമ്പത്തിക വ്യവസ്ഥിതിയിൽ കലരാതിരിക്കാൻ സക്കാത്ത് കൊടുക്കൽ ഒരാൾക്ക് നിർബന്ധമാണ്. ഇനിയോ സൂറത്തുൽ മുഅ്മിനൂനിൽ പിന്നെ പറഞ്ഞത് അവരുടെ ഗുഹ്യാവയവങ്ങളെ, ലൈംഗികാവയവങ്ങളെ സൂക്ഷിക്കും. പലരിലും സംഭവിക്കുന്ന പാപമാണ് സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ വരുന്ന അഴിമതികൾ മനുഷ്യന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് മാനുഷികമാണ്. രണ്ടാമത്തേത് ലൈംഗികമായ പ്രശ്നങ്ങൾ. ഈ രണ്ടും ശരിക്കു പരിഹരിക്കേണ്ടതാണ്. കാരണം ഇത് രണ്ടും നാളെ സ്വർഗത്തെയും നരകത്തെയും തീരുമാനിക്കുന്ന കർമ്മങ്ങളാണെന്ന് കൃത്യമായി മനസ്സിലാക്കണം. സ്വയംഭോഗം പാപമാണ്, വ്യഭിചാരം പാപമാണ്, സ്വവർഗരതി പാപമാണ്. കണ്ണും കാതും എല്ലാം നിയന്ത്രിക്കണം. ഒറ്റയ്ക്ക് ഒരു പെണ്ണാണിനോടോ ഒരാണ് പെണ്ണിനോടോ ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിർത്തിവെച്ചിട്ടില്ലെങ്കിൽ ഓരോ ചാറ്റിങ്ങും വ്യഭിചാരത്തിന്റെ ഗണത്തിലാണ് പെടുത്തുക എന്ന് കൃത്യമായി നമ്മൾ ആലോചിക്കണം. കണ്ണിന് വ്യഭിചാരമുണ്ട്, കാതിന് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, മനസ്സിന് വ്യഭിചാരമുണ്ട്. അവന്റെ ലൈംഗികാവയവം അതിനെ സാക്ഷാത്കരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പെണ്ണിന്റെ ഹറാമായ ഒരു ചാറ്റിങ് കാണുമ്പോൾ അത് കണ്ണിന്റെ വ്യഭിചാരമാണ്, മനസ്സിന്റെ വ്യഭിചാരമാണ്. അവളുടെ ഒരു കിന്നാരം കേൾക്കുമ്പോൾ അത് കാതിന്റെ വ്യഭിചാരമാണ്. അവളോടൊന്ന് കിന്നരിക്കുമ്പോൾ അത് നാവിന്റെ വ്യഭിചാരമാണ്. നടന്നു പോകുന്ന വ്യഭിചാരിയാണ്. അങ്ങനെയുള്ള ആളുകളെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. നീചമാണത്. അത് നമസ്കാരത്തെ ബാധിക്കും, നമ്മുടെ മാനസിക പരിശുദ്ധിയെ ബാധിക്കും, നമ്മുടെ കുടുംബ സംവിധാനത്തെ ബാധിക്കും, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളെ ബാധിക്കും. വ്യഭിചാരത്തിലേക്ക് ചെന്നുപെട്ടവൻ ദാരിദ്ര്യത്തിലേ ജീവിക്കൂ. അവൻ ഒരിക്കലും സമ്പന്നതയിൽ ജീവിക്കാൻ സാധിക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, വ്യഭിചാരം നിങ്ങളുടെ കണ്ണിലേക്ക് ദാരിദ്ര്യത്തെ കൊണ്ടുവരും. അല്ലാഹു തആല ലൈംഗിക പൂർത്തീകരണത്തിന് നിശ്ചയിച്ച മാർഗം വിവാഹമാണ്. സ്വന്തം ഇണകളിലല്ലാതെ നടത്തുന്ന ലൈംഗിക ഇടപാടുകളൊക്കെ ഇസ്ലാം വ്യഭിചാരം എന്ന് വിളിക്കുന്നു. ഇസ്ലാം വിരോധിച്ച വൻ പാപങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വ്യഭിചാരം. അത് ഫിത്നയാണ്. അത് ജീവിതത്തിലുണ്ടെങ്കിൽ രണ്ട് ജീവിതം മാത്രമല്ല, രണ്ട് കുടുംബത്തിന്റെ ജീവിതം മാത്രമല്ല, രണ്ട് പ്രദേശത്തിന്റെ ജീവിതം, രണ്ട് സമൂഹത്തിന്റെ ജീവിതം മുഴുവൻ നശിക്കാൻ ഒരു വ്യഭിചാരത്തിന്റെ അവസ്ഥ ഉണ്ടായാൽ മതി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, പാപത്തിൽ വെച്ച് ഏറ്റവും വമ്പിച്ചത് ഏതാണ്? അവിടുന്ന് പറഞ്ഞു, നിന്നെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ് എന്നിരിക്കെ നീ അവന് സമനം വെച്ച് പ്രാർത്ഥിക്കലാണ്. ഞാൻ ചോദിച്ചു, പിന്നെ ഏതാണ്? അവിടുന്ന് പറഞ്ഞു, നിന്റെ സന്താനം നിന്നെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമെന്ന് പേടിച്ച് നീ അതിനെ കൊലപ്പെടുത്തലാണ്. ഞാൻ ചോദിച്ചു, പിന്നെ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിന്റെ അയൽക്കാരന്റെ ഭാര്യയെ വ്യഭിചരിക്കലാണ്. അനന്തരം ഈ പറഞ്ഞതിന്റെ സത്യവൽക്കരണമായിക്കൊണ്ട് വല്ലദീന ലാ യദൂന എന്ന ആയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്തു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ ധാർമ്മിക വിഷയങ്ങൾ തെറ്റിക്കുമ്പോൾ അല്ലാഹുവിനേക്കാൾ ദോഷമുള്ള ആരുമില്ല. അതുകൊണ്ട് അല്ലാഹു പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ നീചവത്തെയും നിഷിദ്ധമാക്കിയിരിക്കുന്നത്. അല്ലാഹു തആലയ്ക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യവും വിരോധിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് വ്യഭിചാരം, അതിൽപ്പെട്ടതാണ് സാമ്പത്തിക ക്രമക്കേടുകൾ. ഈ കാര്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇദാ ലഹറ സിനാ വൽരിബാ ഫീ ഖറിയത്തിൻ ഫഖദ് അഹല്ലു ബിഅൻഫുസിഹിം അദാബില്ലാഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ്യഭിചാരവും പലിശയും പ്രകടമായ സമൂഹത്തിൽ അല്ലാഹു തആലയുടെ ശിക്ഷ ഇറങ്ങും. അപ്പോൾ സമൂഹത്തിൽ നിന്നും ഈ വ്യഭിചാരവും പലിശയും വിട്ടുപോകേണ്ടത് അത് ചെയ്യുന്നവരുടെ മാത്രം കർത്തവ്യമല്ല, മറിച്ച് എല്ലാവരും രക്ഷപ്പെടണം. അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ എല്ലാ ആളുകളും പലിശയിൽ നിന്ന് രക്ഷപ്പെടണം. അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും. ലാ തഖൂമു സ്സാഅ ഹത്താ യതസാഫദു ബിത്വരീഖി വതസാഫദു അൽ ഹമീർ. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഴുതകളെ പോലെ ജനങ്ങൾ പരസ്യമായി വ്യഭിചരിക്കുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. അത്രക്കും തീവ്രമായി വ്യഭിചാരം കടന്നു വരും. അവിടെ ഒരു കേസ് കേൾക്കുന്നു, ഇവിടെ മറ്റൊരു കേസ് കേൾക്കുന്നു, മറ്റേ ഭാഗത്തുനിന്ന് വേറൊരു കേസ് കേൾക്കുന്നു. കുട്ടികളൊന്നും ശരിയല്ല, മുതിർന്നവരും ശരിയല്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക്
അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ, കാലം അടുത്തു വരുന്നുണ്ടെങ്കിൽ, വ്യഭിചാരം വ്യാപിക്കുന്നുണ്ടെങ്കിൽ അത് ഖിയാമത്തിന്റെ അലാമത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഞ്ചാമത്തെ കാര്യം അമാനത്തുകളെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. കപടവിശ്വാസിയുടെ ലക്ഷണമാണ് ആയത്തുൽ മുനാഫിഖു സലാസുൻ ഇദാ ഹദസ കദബ വഇദാ വഅദ അഖ്ലഫ വഇദാ ഉതുമിന ഖാന. വിശ്വസിച്ചാൽ ചതിക്കും, വഞ്ചിക്കും, അവൻ വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കും, സംസാരിച്ചാൽ കളവ് പറയും. ഇത് അമാനത്തിന്റെ ലംഘനമാണെങ്കിൽ, മുനാഫിക്കിന്റെ ലക്ഷണമാണെങ്കിൽ, മുഅ്മിനിന്റെ ലക്ഷണം തീരെ പാടില്ല തന്നെ. അങ്ങനെ ഈ 5 കാര്യങ്ങൾ, നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാവുക, അനാവശ്യ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക, വ്യഭിചരിക്കാതിരിക്കുക, അമാനത്തുകൾ സൂക്ഷിക്കുക, സകാത്ത് നൽകുക, ഈ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്ന ആളുകളാണെങ്കിൽ ഉലൈക ഹുമുൽ വാരിസൂൻ, അവരാണ് അനന്തരമെടുക്കുന്നവർ. അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ, അവർ അനന്തരമെടുക്കുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ അവർ നിത്യവാസികളായിരിക്കും. അങ്ങനെ സ്വർഗത്തിൽ നിത്യവാസികളായിരിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ. നമസ്കാരത്തിൽ ഭക്തി ഉണ്ടാവാൻ എന്തൊക്കെ ചെയ്യണം? ഒന്ന്, നമസ്കാരത്തിന് ഒരുങ്ങണം. ഭക്ഷണം, അതേപോലെ ബാത്റൂമിൽ പോവൽ, ഇതിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ തീർന്നിട്ടാണ് നമസ്കാരത്തിലേക്ക് വരേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നല്ല രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ ഒളുവെടുക്കുക എന്നത് അതിലേറ്റവും പ്രധാനമാണ്. ഒന്ന് ഒരുങ്ങിപ്പുറപ്പെടുക. നമസ്കരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. അതേപോലെ ഫറള് നമസ്കാരം അത് നിർവഹിക്കുമ്പോൾ അല്ലാഹു തആലയുടെ മുന്നിലാണ് നിൽക്കുന്നതെന്നും ഇതെൻ്റെ അവസാനത്തെ നമസ്കാരമാണെന്നും അടുത്ത വക്ത് നമസ്കരിക്കുന്നതിന് മുമ്പിൽ ചിലപ്പോൾ ഖബറിലായേക്കാം എന്നൊക്കെ ചിന്തിച്ച് നല്ല രൂപത്തിൽ നമസ്കരിക്കുക. അല്ലാഹുവിനോടുള്ള രഹസ്യ സംഭാഷണമാണ് നമസ്കാരമെന്ന ബോധം മനസ്സിൽ രൂഢമൂലമാക്കുക. അതിനുശേഷം സുന്നത്ത് നമസ്കരിക്കുക. അതേപോലെ ചൊല്ലേണ്ട ദിക്റുകൾ ചൊല്ലുക. അതൊക്കെ പ്രധാനമാണ്. നമസ്കാരം നന്നാവണമെങ്കിൽ ഖുർആൻ പാരായണവും ദിക്റുകളും ദുആകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഹറാമായ കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകൾ, ഹറാമായ സമ്പാദ്യങ്ങൾ സമ്പാദിക്കുന്ന ആളുകൾക്കൊരിക്കലും നമസ്കാരം നന്നാക്കാൻ സാധിക്കുകയില്ല. അവരുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഹറാമായ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നത് തന്നെയാണ്. മൊബൈലിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹറാമ് കാണുകയോ കേൾക്കുകയോ അല്ലെങ്കിൽ അത് ചിന്തിക്കുകയോ ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും നല്ല രൂപത്തിൽ നമസ്കാരം വെക്കാനുള്ള തൗഫീഖിനെ അല്ലാഹു പ്രദാനം ചെയ്യുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് നമസ്കാരം നല്ല നിലയിൽ നമസ്കരിച്ച് പരലോകത്ത് വിജയിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ കഠിന പരിശ്രമം വേണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഏറ്റവും ഖുശൂഅോടുകൂടി നമസ്കരിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടധികം ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ പരലോകത്തെത്തുമ്പോൾ അവിടെ മുഅ്മിനീങ്ങളുടെ ഭാഗത്തേക്ക് മാറി നിൽക്കാനും മുഅ്മിനീങ്ങളുടെ അടയാളം സ്വീകരിച്ച് സന്തോഷിക്കാനുമുള്ള തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.